Okay. Today we are going to discuss about the module 2 stereochemistry. Here we can see the divisions of isomerism. Isomerism is divided into structural and stereoisomerism. Structural isomerism you have studied in the first sem. Chair, position, functional, metamerism, something like that. Then stereoisomerism, two types are there: configurational isomerism and conformational isomerism. Configurational isomerism, two types are there: optical isomerism and geometrical isomerism. And in optical isomerism, we can study about the enantiomers and diastereomers. And in this geometrical isomerism, we can study about the cis isomer and trans isomer. Okay. So now let us start the topic stereoisomerism. Isomers having the same structure but different spatial arrangements of atoms or groups are called stereoisomers, and phenomenon is called a stereoisomerism. അപ്പോൾ stereoisomerism എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രക്ചർ ഉണ്ടാവും, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആറ്റംസ് ആണ് ഡിഫറെൻ്റ് ആയിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ CH4ൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം കാർബൺ നടുവിലും എച്ച് ടെട്രാഹൈഡ്രൽ പോലെയല്ല ഇരിക്കണേ, അല്ലാതെ ഒരു പ്ലെയിനിൽ ഇങ്ങനെ 4 ഹൈഡ്രജൻ നിൽക്കുകയല്ലല്ലോ. ഒരു കാർബൺ സെൻറ്ററിലാണെങ്കിൽ 3 കാർബൺ താഴോട്ട് ഇങ്ങനെ ഒരു അമോണിയയുടെ ഹൈഡ്രജൻ പോലെ, പിന്നെ മേലേക്ക് ഒരു ഹൈഡ്രജൻ, അങ്ങനെ. അപ്പോൾ ഒരു പ്രത്യേകതരം ഷേപ്പ് ടെട്രാഹൈഡ്രൽ ഷേപ്പിലാണ് അത് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ. ഇനി ഇവിടെ ഈ കൺഫോർമേഷൻസ് ആൻഡ് കോൺഫിഗറേഷൻസിൻ്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിൻ്റെ മുമ്പ് നമുക്കത് എന്താണെന്നുള്ളത് കാണാം. കൺഫോർമേഷണൽ ഐസോമെറിസം. ഓക്കെ. കൺഫോർമേഷണൽ ഐസോമെറിസം അതിൽ പഠിക്കേണ്ടത് ഈ പിക്ചർ മിസ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതാണ് കൺഫോർമേഷൻസ് ഓഫ് ഈതെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ആൻഡ് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ. അപ്പോൾ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഗേർഡ് ആയിട്ട് എല്ലാ ബോണ്ടും വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കാർബൺ ആറ്റം, ഇത് കാർബൺ ആറ്റം. ഞാൻ ഇപ്പോൾ റെഡ് ഡോട്ട് ഇട്ടിരിക്കുന്നതാണ് കാർബൺ ആറ്റം. ഇനി അതിൽ ഹൈഡ്രജൻ നമ്മൾ വരയ്ക്കുമ്പം ഫസ്റ്റ് ഹൈഡ്രജൻ നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞാൽ അതേ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ താഴത്തോട്ട് വരയ്ക്കണം. ഓക്കെ. അപ്പോൾ ഒരു ഹൈഡ്രജൻ മേലേക്കാണെങ്കിൽ മറ്റേ ഹൈഡ്രജൻ താഴത്തേക്ക് വന്നു. ഇനി ബാക്കിയുള്ള ഹൈഡ്രജൻസ് വരയ്ക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് താഴത്തേക്കാണ്, ഇവർ രണ്ടാളും മുകളിലേക്കാണ്. അപ്പോൾ ഒരെണ്ണം പോലും പരസ്പരം എക്ലിപ്സ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കോൺഫർമേഷൻ്റെ പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നെക്സ്റ്റ് വൺ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാർബൺ ആറ്റം, ഇത് കാർബൺ ആറ്റം, ഇതിൽ മേലെ ഒരു ഹൈഡ്രജൻ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ആ ഹൈഡ്രജൻ അങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഒരേ പ്ലേസിലേക്കാണ് 2 ഹൈഡ്രജൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺഫർമേഷൻ്റെ പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഈ പ്രൊജക്ഷൻ്റെ പേര് സോഹോൾസ് പ്രൊജക്ഷനാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൺഫർമേഷൻസ് ഓഫ് ഈതെയിൻ ആണ്. ഈതെയിൻ ഉണ്ടോ? കൺഫർമേഷൻസ് ഓഫ് ഈതെയിൻ. അതിൽ തന്നെ ഇതുപോലെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് സോഹോൾസ് പ്രൊജക്ഷൻസ് എന്നാണ്. സോഹോൾസ് പ്രൊജക്ഷൻ 2 തരത്തിൽ വരയ്ക്കാം: സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ്. നെക്സ്റ്റ് വൺ, ഇത് വീണ്ടും ഈതെയിൻ്റെ തന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈതെയിൻ. ഇത് ഒന്നാമത്തെ സ്റ്റാഗേർഡ് ആണ്, രണ്ടാമത്തത് എക്ലിപ്സ്ഡ് ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇതിൽ ഈ ഡോട്ടാണ് ഫസ്റ്റ് കാർബൺ ആറ്റം. അപ്പോൾ അതിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. 1 2 3. ഓക്കെ. ഈതെയിൻ എന്ന് പറഞ്ഞാൽ CH3 എന്നറിയാലോ അല്ലേ? CH3 3H ബോണ്ട് CH3. ഇങ്ങനെയാണ് ഈതെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇവിടെയൊക്കെ H, ഇവിടെ ഹൈഡ്രജൻ, എല്ലാ ബോണ്ടിലും ഹൈഡ്രജൻ. ഇപ്പോൾ CH3. അതുപോലെ ഇവിടെ ഒരു CH3. 2 CH3കളാണ് ഈതെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പം ഇതിനകത്ത് ഫസ്റ്റിൽ നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ വരയ്ക്കുമ്പം ഇതാണ് കാർബൺ ആറ്റം, ഇതിൽ നിന്ന് 3 ഹൈഡ്രജൻ ആറ്റംസ് ഇങ്ങനെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റം നമ്മൾ ഈ റൗണ്ടാണ് അടുത്ത കാർബൺ ആറ്റം, അതിൽ നിന്ന് 3 ഹൈഡ്രജൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഒരു ഹൈഡ്രജൻ്റെ പിന്നിൽ പോലും ആരുമില്ല. അങ്ങനത്തെ ഒരു കൺഫർമേഷൻ്റെ പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ.
ഇനി എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിൻ്റെ ഒരു ഹൈഡ്രജൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബാക്കിലെ കാർബൺ ഈ ഹൈഡ്രജനോട് എക്ലിപ്സ്ഡ് ആയിട്ട് നിൽക്കുന്നു. കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫർമേഷൻ്റെ പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ ഇത് ഈഥെയ്ൻ തന്നെയാണ്, നേരത്തെ കണ്ടതും ഈഥെയ്ൻ തന്നെയാണ്. ഇതിൻ്റെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ, നേരത്തെ കണ്ടത് സോഹോഴ്സ് പ്രൊജക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെ പേരാണ് കൺഫർമേഷൻ. ഓക്കെ, ഇനി റിലേറ്റീവ് സ്റ്റെബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ഇതിൻ്റെ ഒരു എസ്സേ ചോദിച്ചാൽ എഴുതേണ്ടത്. ഈ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ ഈ ഹെഡിങ് കൊടുക്കുക, ഈ സെൻറ്റൻസ് എഴുതുക. ഇനി ഇതിൻ്റെ റീസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയത്? ഓക്കെ, അപ്പോൾ അതിന് ഇവർ പറയുന്നത് 3 തരത്തിലുള്ള സ്ട്രെയിനുകളുണ്ട്. ആ 3 തരത്തിലുള്ള സ്ട്രെയിനും ആബ്സെൻ്റ് ആണെങ്കിൽ ഇയാൾ സ്റ്റേബിളാണ്. ഓക്കെ, ഏതൊക്കെയാണ് 3 തരത്തിലുള്ള സ്ട്രെയിൻ എന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഇതാണ്: ആംഗിൾ സ്ട്രെയിൻ, ടോർഷണൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദ സ്ട്രെയിൻ ഇൻഡ്യൂസ്ഡ് ഇൻ എ മോളിക്യൂൾ വെൻ ദ ബോണ്ട് ആംഗിൾസ് ആർ ഫോഴ്സ്ഡ് ടു ഡീവിയേറ്റ് ഫ്രം ദ ഡിസയേർഡ് ടെട്രാഹീഡ്രൽ ആംഗിൾ ഓഫ് 109.5 minutes. ഓക്കെ, 109 minutes 5 degree അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ 109.5 degree അത് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ടെട്രാഹീഡ്രൽ ആംഗിൾ. ഇതിൽ നിന്ന് ഡീവിയേഷൻ വന്നാൽ സംഭവിക്കുന്ന ആ ബോണ്ടിന് സംഭവിക്കുന്ന ഒരു സ്ട്രെയിനിൻ്റെ പേരാണ് ആംഗിൾ സ്ട്രെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈഥെയ്നിലും ഇനി പഠിക്കാൻ പോകുന്ന സൈക്ലോഹെക്സൈനിലും ആംഗിൾ സ്ട്രെയിൻ ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ വേണമെങ്കിൽ ആംഗിൾ സ്ട്രെയിൻ എഴുതിയിട്ട് ഇല്ല, ആംഗിൾ സ്ട്രെയിൻ ഈസ് നോട്ട് ദർ, അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ട് എഴുതേണ്ടത് ടോർഷണൽ സ്ട്രെയിൻ ആൻഡ് സ്റ്റെറിക് സ്ട്രെയിൻ. ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ദ സ്ട്രെയിൻ കോസ്ഡ് ബൈ ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ദാറ്റ് ടേക്ക് അപ്പ് എക്ലിപ്സ്ഡ് പൊസിഷൻസ്. അതായത് ഈ ഹൈഡ്രജനും എക്ലിപ്സ്ഡ് പൊസിഷൻസിലുള്ള ഈ ഹൈഡ്രജൻ, ഈ 2 ഹൈഡ്രജനുകളും ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇതൊക്കെ സിഗ്മ ബോണ്ടാണല്ലോ. അതെ, സിഗ്മ ബോണ്ടാണ്. അപ്പം ഈ സിഗ്മ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു റിപ്പൽഷൻ എക്ലിപ്സ്ഡിൽ 2 ഹൈഡ്രജൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ. 2 ഹൈഡ്രജൻ എക്ലിപ്സ്ഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അവിടെ എന്ത് വരും? സിഗ്മ ഇലക്ട്രോൺ റിപ്പൽഷൻ വരും. എന്താ ഈ സിഗ്മ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? CH ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ട ആ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. ആ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ട ഇലക്ട്രോണിൻ്റെ പേരാണ് സിഗ്മ ഇലക്ട്രോൺ. അപ്പോൾ ഈ പ്രശ്നം ഇതിൽ മാത്രമേ ഉള്ളൂ, എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. എന്താണ്? ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ഈ വാക്കില്ലാതെ ഇതിൻ്റെ എസ് എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. ടോർഷണൽ സ്ട്രെയിൻ നമ്മൾക്ക് എക്ലിപ്സ്ഡിൽ മാത്രമേ ഉള്ളൂ, സ്റ്റാഗേർഡിൽ ഇല്ല. അതുകൊണ്ടാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ സ്റ്റേബിൾ ആവാനായിട്ടുള്ള ഒരു കാരണം. അടുത്ത കാരണം സ്റ്റെറിക് സ്ട്രെയിൻ ആണ്. ദ സ്ട്രെയിൻ കോസ്ഡ് ബൈ ദ സ്റ്റെറിക് ക്രൗഡിംഗ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് വിച്ച് അപ്രോച്ച് ഈച്ച് അതർ ടു ക്ലോസ്ലി ഇൻ സ്ട്രക്ചർ. അതും എക്ലിപ്സ്ഡിൽ മാത്രം വരുന്ന പ്രോബ്ലമാണ് സ്റ്റെറിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഈ 3 സ്ട്രെയിൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആംഗിൾ സ്ട്രെയിൻ ഇല്ല എന്നുള്ളത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതണം. ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളത് സെക്കൻഡ് പോയിന്റ്. സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളത് തേർഡ് പോയിന്റ് ആയിട്ട്. ഏതിൻ്റെ സ്റ്റെബിലിറ്റി ചോദിച്ചാലും ഈ പാഠത്തിൽ നിന്ന് ഒരു എസ്സേ വന്ന് അത് എഴുതണം. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഈ പാരഗ്രാഫിൽ ഇവർ പറയുന്നത്. ഞാൻ PDF നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. കണ്ടോ, റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ, ഈ സെൻറ്റൻസ് ഒക്കെ എഴുതണം. റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ദ സിഗ്മ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ദ CH ബോണ്ട് ആസ് വെൽ ആസ് ദോസ് ബിറ്റ്വീൻ ദ നോൺ ബോണ്ടഡ് ഹൈഡ്രജൻ ആറ്റം ഓൺ ദ 2 കാർബൺ ആറ്റം വിൽ ബി മിനിമം ഇൻ സ്റ്റാഗേർഡ്. അത് സ്റ്റാഗേർഡിൽ വളരെ മിനിമം ആയിരിക്കും. ആൻഡ് ദ മാക്സിമം ഇൻ ദ എക്ലിപ്സ്ഡ് ഫോം, എക്ലിപ്സ്ഡിൽ മാക്സിമം ആയിരിക്കും. അതാണ് ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഓക്കെ,
ഇനി എനി അതർ കൺഫർമേഷൻ ഓഫ് ഈതെയിൻ ഇൻ ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീംസ് ഇസ് നോൺ ആസ് സ്ക്യൂ കൺഫർമേഷൻ. എന്താണ് സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം. അതായത് ഈ ബാക്കിലെ കാർബൺ ആറ്റം ഇതിങ്ങനെ തിരിഞ്ഞിട്ടാണല്ലോ ഈ ഹൈഡ്രജൻ ഇവിടെ എത്തിയത്. ആദ്യം എക്ലിപ്സ്ഡ് പോലെ നിന്ന ഹൈഡ്രജനാണ് തിരിഞ്ഞ് ഇവിടെ നടുവരെ എത്തി അല്ലേ. അപ്പോൾ ഇയാൾ സെൻറ്ററിൽ എത്തണതിൻ്റെ മുമ്പ്, ഈ നടുവിൽ എത്തണതിൻ്റെ മുമ്പ് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് ഹൈഡ്രജൻ നിൽക്കുമായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴുള്ള കൺഫർമേഷൻ്റെ പേരാണ് സ്ക്യൂ കൺഫർമേഷൻസ്. ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കുറേ സ്ക്യൂ കൺഫർമേഷൻസ് വരും. ഓക്കെ. അതിനുശേഷം ഈ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫും കൂടെ വരയ്ക്കണം. ഇത് മസ്റ്റാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു ആക്സിസിൽ, റൊട്ടേഷൻ ഒരു ആക്സിസിൽ, സ്റ്റാഗേർഡ് ഏറ്റവും എനർജി കുറഞ്ഞ് നല്ല സ്റ്റേബിളായിട്ട് താഴെ ഇരിക്കുന്നു. സ്റ്റാഗേർഡ് ഇവിടെ വരയ്ക്കുക. എക്ലിപ്സ്ഡ് ഏറ്റവും മുകളിൽ ഭയങ്കര എനർജിയാണ്. എത്ര എനർജിയാണ്? 12.6 കിലോ ജൂൾ. ആ വാല്യൂ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ. അപ്പം അത്രയും എനർജി കൂടുതലാണ് എക്ലിപ്സിന്. അപ്പോൾ അതുകൊണ്ട് അത് അൺസ്റ്റേബിളാണ്. പിന്നെ സ്ക്യൂ, ഇതിൻ്റെ ഇടയിലുള്ള കൺഫർമേഷൻസിൻ്റെ പേര് സ്ക്യൂ കൺഫർമേഷൻസ് എന്നാണ്. അപ്പം ഇതൊരു പാരഗ്രാഫ് ആയിട്ട് ചോദിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടി പഠിച്ചോളണം കേട്ടോ. അടുത്തത് സൈക്ലോഹെക്സെയിൻ ആണ്. സൈക്ലോഹെക്സെയിനിൻ്റെ ബേയേഴ്സ് സ്ട്രെയിൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു according to Bayer's strain theory would produce considerable angle strain on the system, making it unstable and reactive. അതായത് the CCC bond angle would be 120 degree, which is largely deviated from the normal tetrahedral angle of 109 degree. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു ആംഗുലർ സ്ട്രെയിൻ വേണ്ട എന്ന് പറയണമെങ്കിൽ 109 ഡിഗ്രി ആയിരിക്കണം എന്ന്. പക്ഷേ ഇത് 120 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ ബേയേഴ്സ് സ്ട്രെയിൻ തിയറി അനുസരിച്ച് ഇയാൾ എന്താണ്, ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു റിംഗ് ആയിരിക്കണം. പക്ഷെ അതൊന്നും അല്ല എന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ പോസ്റ്റുലേറ്റിംഗ് ദാറ്റ് സൈക്ലോഹെക്സെയിൻ assumes a നോൺ പ്ലാനാർ സ്ട്രക്ചർ. അപ്പോൾ അവർ പറഞ്ഞത് ഈ പ്ലാനാർ സ്ട്രക്ചർ ആകുമ്പോഴാണ് ഈ ബേയേഴ്സ് സ്ട്രെയിൻ തിയറി, അതായത് ആംഗിൾ വ്യത്യാസത്തിൻ്റെ പ്രോബ്ലം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ സൈക്ലോഹെക്സെയിൻ ഒരു പ്ലാനാർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ, സിംഗിൾ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് അല്ല അന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബേയേഴ്സ് സ്ട്രെയിൻ തിയറിക്ക് പ്രശ്നം പറ്റില്ല. സൈക്ലോഹെക്സെയിൻ thus has a non-planar puckered 6-membered ring system in which normal tetrahedral angles of 109 degree 5 minutes are maintained. Two conformations of cyclohexane which are free from angle strain are shown: chair conformation and boat conformation. അപ്പോൾ നമ്മുടെ സൈക്ലോഹെക്സെയിൻ അതെ ഇതുപോലെയൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ആംഗിൾ സ്ട്രെയിൻ ഇതിൽ 120 ആണെങ്കിൽ ഇതിൽ 109 തന്നെയാണ്, ഇതിൽ 120 ആണ്. ഓക്കെ. അപ്പോൾ 109 ഡിഗ്രി ആവാനായിട്ട് സ്റ്റേബിലിറ്റിക്ക് വേണ്ടി ഇവർ കണ്ടുപിടിച്ച ഷേപ്പാണ് ഇത്. ചെയർ കൺഫർമേഷൻ ആൻഡ് ബോട്ട് കൺഫർമേഷൻ. ചെയർ എന്ന് പറഞ്ഞാൽ ഇത് ചെയർ പോലെയാണ് ഇരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതിനെ ഇതുപോലെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരയ്ക്കാം. ചെയർ ഇങ്ങനെയാണ് സാധാരണ ചെയർ വരയ്ക്കാറ്. എന്നിട്ട് ഇതിനെ നേരെ തിരിച്ചു വരച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓക്കെ. ചെയർ ഇത് ഇങ്ങനെയൊക്കെ ഏത് വേണമെങ്കിൽ ചെയറായിട്ട് വരയ്ക്കാം. പിന്നെ ബോട്ട് കൺഫർമേഷൻ. ബോട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ബോട്ട് കൺഫർമേഷൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഈ ഹൈഡ്രജൻ ആറ്റംസ് എങ്ങനെയാണ് ഇങ്ങനെ കുറേ വരച്ച് വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെയർ കൺഫർമേഷനിൽ ഒരു ഹൈഡ്രജൻ മേലേക്ക് വരച്ചു, ആക്സിസിനോട് നമ്മൾ ചേർന്ന പോലെ മേളിലേക്ക് വരച്ചു, അതിന് ആക്സിയൽ ഹൈഡ്രജൻ എന്ന് പേര് കൊടുത്തു. ബാക്കിയുള്ള എല്ലാ ഹൈഡ്രജൻ ഓൾട്ടർനേറ്റ് ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും വരയ്ക്കുക. ഇത് മേലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അപ്പോൾ അടുത്ത സ്ട്രെയിറ്റ് ലൈൻ താഴത്തോട്ട്, അടുത്ത സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട്, അടുത്തത് താഴത്തോട്ട്, അടുത്തത് മുകളിലോട്ട്, അടുത്തത് താഴത്തോട്ട്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഹൈഡ്രജൻസ് മുഴുവൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. പിന്നെ അടുത്ത ഹൈഡ്രജൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. അതും ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട് അങ്ങനെ പോലെ വരയ്ക്കണം. അപ്പോൾ അതിൽ ഹൈഡ്രജൻ അങ്ങനെയൊക്കെ വരച്ചു വെച്ചു.
ഇതൊന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ മതി. ചെയർ വരയ്ക്കുമ്പോൾ ടീച്ചേഴ്സിന് കണ്ടാൽ മനസ്സിലാവും ഇത് അറിയുന്ന കുട്ടിയാണ്, അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് കേട്ടാൽ മതി. ഓക്കെ. ഇനി ബോർഡ് കൺഫർമേഷനിലും അതുപോലെ തന്നെ ആദ്യം ശരിക്കും ഇവരൊന്ന് വളച്ച് വരച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മിസ് പറഞ്ഞുതരാം അതെന്തിനാന്ന്. 2 ഹൈഡ്രജനായിട്ട് ഇത് ശരിക്കും സ്ട്രെയിറ്റ് വരയ്ക്കേണ്ട ഹൈഡ്രജനാണ്, പക്ഷേ ഇവർ ബോട്ടിലൊന്നിങ്ങനെ വളച്ച് വരച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ വരേനെ ഇതിനെ നമ്മൾ ഫ്ലാഗ് പോൾ എന്ന് പറയും. ഫ്ലാഗ് പോൾ. അപ്പോൾ ഈ ഹൈഡ്രജൻ നിൽക്കുന്നതും ആ പോയിന്റിനെ നമ്മൾ ഫ്ലാഗ് പോൾ എന്നാണ് പറയുക. അപ്പോൾ അവിടെയുള്ള ഈ ഹൈഡ്രജനും തമ്മിലൊരു ഇൻറ്ററാക്ഷൻ വന്ന് ഇയാൾ അൺസ്റ്റേബിൾ ആവും. ഈ ഇൻറ്ററാക്ഷൻ്റെ പേരാണ് ഫ്ലാഗ് പോൾ ഇൻറ്ററാക്ഷൻ. ഓക്കെ. അതുകൊണ്ടാണ് അയാൾ ബോട്ട് അൺസ്റ്റേബിൾ ആവാനായിട്ടൊരു കാരണം. ഓക്കെ. ഇനി റിലേറ്റീവ് സ്റ്റെബിലിറ്റി പഠിക്കുമ്പം കൺസിഡർ ചെയർ കൺഫർമേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബോട്ട്. ഇങ്ങനെ എഴുതാം. Both are free from angle strain because none of the bond angles in either deviates from the normal tetrahedral angle. In the chair conformation, all the hydrogen atoms are staggered and far apart. ചെയറിൽ എല്ലാവരും സ്റ്റാഗേർഡ് ആണെന്ന്, എല്ലാവരും ഫാർ അപ്പാർട്ടാണ്. എക്ലിപ്സ്ഡ് ഒന്നുമില്ല, ടോർഷണൽ സ്ട്രെയിൻ ഇല്ല. നേരത്തെ പറഞ്ഞൊന്നുമില്ലേ ടോർഷണൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ, ഇതൊന്നുമില്ല എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യണം. However, in the board conformation, the hydrogens on C2 and C3 and those on C5 and C6 are eclipsed in pair. ബോട്ടിൽ ഇവരൊക്കെ എക്ലിപ്സ്ഡ് ആണ്. C2, C3, C5, C6, causing the presence of eclipsing repulsive interaction between the sigma electron cloud of CH bond torsional strain. Further in bond form, the 2 hydrogen atoms marked HF. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്ലാഗ് പോൾ ഹൈഡ്രജൻ C1, C4. Pointing each other are unfavorably close, causing steric strain in the molecule from additional repulsive interaction of the electron cloud. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതണേ. C1 ഏതാ? അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് C1, C4. ഓക്കെ. Then the board form has thus a higher energy than chair form. The energy difference is about 29 kilojoule per mole at 298 Kelvin. ഇത് കൃത്യമായിട്ട് എഴുതണം. The energy barrier is not large enough to prevent the interconversion of chair and board forms at room temperature. ഇവരെപ്പോഴും ഇൻ്റർകൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഈത്തേൻ കണ്ടപ്പോൾ ഫ്രണ്ട് കാർബണിനും ബാക്ക് കാർബൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏതൊക്കെ കൺഫർമേഷൻസ് കിട്ടിയത്? സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് ഒക്കെ, പിന്നെ സ്ക്യൂ ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആയത്? ഈ കാർബൺ സിംഗിൾ ബോണ്ട് ആൻഡ് ഫ്രീ റൊട്ടേഷൻ, അതുകൊണ്ടാണ് ഇത് പോസിബിൾ ആയത്, കൺഫേമേഴ്സ് പോസിബിൾ ആയത്. അപ്പോൾ കൺഫർമേഷണൽ ഐസോമറിസം കാണിക്കാൻ വേണ്ട ഒരു നിബന്ധന CC സിംഗിൾ ബോണ്ട് ആയിരിക്കണം, ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ആദ്യത്തെ പേജിൽ 2 കോളം വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്ത കാരണമാണ് മിസ് അത് അവിടെ പറയാഞ്ഞത്. ആക്സിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ ബോണ്ട് വരയ്ക്കുന്നത് ദേവർ പഠിപ്പിച്ച് തന്നിരിക്കണു. ഒന്ന് മേലെ ആക്സിയൽ, താഴെ ആക്സിയൽ, മേലെ ആക്സിയൽ, താഴെ ആക്സിയൽ, മേലെ ആക്സിയൽ, താഴെ ആക്സിയൽ. ഇക്വിറ്റോറിയൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാം. ഇനി ഇവർ രണ്ടുപേരും ഈ ചെയർ കൺഫേം, ഇത് ബോട്ടല്ല കേട്ടോ, ഇത് രണ്ടും ചെയറാണ്. ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു 2 എണ്ണം, ഇങ്ങനെയും വരയ്ക്കാം അങ്ങനെയും വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ദ ഇൻ്റർകൺവേഷൻ ഓഫ് വൺ ചെയർ ടു അനദർ ഈസ് നോൺ ആസ് റിംഗ് ഫ്ലിപ്പ്. ഇതിൻ്റെ പേര് റിംഗ് ഫ്ലിപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാലാണ് ഇതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ ഈ പോയിന്റിന്, ഈ എസ്സേക്ക് കേട്ടോ. അതായത് കൺഫർമേഷൻസ് ഓഫ് സൈക്ലോഹെക്സൈൻ എന്നുള്ള എസ്സേക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പം മുമ്പ് കണ്ട ആ സാധനങ്ങളൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാൻ എന്താണെന്ന് മനസ്സിലാവും. ഇത് വായിച്ചു നോക്കി കറക്റ്റായിട്ട് പഠിച്ചത് മനസ്സിലാ. ഈ പിക്ചർ എന്താണെന്നറിയോ? ഇത് സിഗ്മ ഇലക്ട്രോൺ ക്ലൗഡ്, കാർബൺ സിംഗിൾ ബോണ്ട് ഇൻ ഈതെയിൻ. ഇതാണ് റൊട്ടേഷൻ നടത്തേണ്ട ബോണ്ട് എന്ന് പറയുന്നത്. CC ബോണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ? The free rotation about CC single bond give rise to an infinite number of different spatial arrangements for the molecule in which the relative positions of atoms or groups attached to 2 carbon atoms are different. These spatial arrangements are called conformations. ഇപ്പോൾ ഇനി ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് ആദ്യം തന്നെ പെട്ടെന്ന് അത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഇനി ഇതേയും ഇതൊക്കെ കണ്ടു, ഇതൊക്കെ മനസ്സിലായി. ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് വരുന്ന പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്.
ഇനി കൺഫർമേഷൻ ഓഫ് മീത്തൈൽ സൈക്ലോഹെക്സേൻ. ഇതിലെന്താ പറയണതെന്നറിയോ? ഇതിൽ ഈ CH3 ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്, ഈ CH3 ആക്സിയൽ പൊസിഷനിലാണ്. അപ്പോൾ ഈ ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുന്ന CH3യും ഈ നിൽക്കുന്ന ഹൈഡ്രജനും തമ്മിൽ അവിടെ ഒരു ഇൻറ്ററാക്ഷൻ പ്രശ്നം വരും. അതുകൊണ്ട് ഇയാൾ അൺസ്റ്റേബിളാണ്. പക്ഷേ ഇവിടെ CH3 നിൽക്കുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. അപ്പോൾ ഇയാളും തമ്മിൽ ഇൻറ്ററാക്ഷൻ വന്ന് അവിടെ ഒരു റിപ്പൽഷൻ വരില്ല. അതുകൊണ്ട് ഇയാൾ സ്റ്റേബിളാണ്. അത്രയുള്ള കാര്യം കേട്ടോ. റിലേറ്റീവ് സ്റ്റെബിലിറ്റിയിൽ അത് വായിച്ചിട്ട് പഠിക്കണം. അപ്പം ഇതിൻ്റെ പേര് 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് കാരണം? ഇത് 1 ആണെങ്കിൽ, ഈ കാർബൺ 1 ആണെങ്കിൽ 2, 3. അപ്പോൾ അതൊരു 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ. ഓക്കെ. ഇനിയുണ്ട് 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്പർ കൊടുത്തുന്നിരിക്കും. 1, 2, 3. ഇവിടെ നിന്ന് തന്നെ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൽ കൂടെ നമ്പർ കൊടുത്താൽ 1, 2, 3. അപ്പോൾ ഈ ഹൈഡ്രജനും ഇയാളും തമ്മിൽ ആക്സിയൽ ഇൻട്രാക്ഷൻ. ഇത് ആക്സിയലാണ്, ഈ ഹൈഡ്രജനും ആക്സിയലാണ്. 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ. ഓക്കെ. നേരത്തെ പറഞ്ഞൊന്നുകൂടി പറയാം. ഈ കാർബണും ഈ കാർബണിലെ ഈ ഹൈഡ്രജനും ഈ CH3 തമ്മിൽ 1,3 ഡൈആക്സിയൽ. ഇത് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. അപ്പോൾ വീണ്ടും 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ. ശരിക്കും അത് C5 ആണ്. ഈ ഒറ്റ റൂട്ടിൽ കൂടെ നമ്പർ ഇട്ട് പോകുമ്പോൾ 5 ആണ്. C5 ആണ് കാർബൺ ആറ്റം. പക്ഷേ നമ്മൾ ഇതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ 3ാമത്തെ പൊസിഷനിലാണ്. അതുകൊണ്ട് അതിനെ 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് അവർ സ്റ്റേബിൾ അല്ലാത്തത്. അടുത്തത് ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം നടത്തണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണെന്നറിയോ? ഇത് തമ്മിൽ ഡബിൾ ബോണ്ടാണ്. CC തമ്മിൽ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇവർക്ക് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. കാരണം ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണം ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ചേർന്നതാണ് ഡബിൾ ബോണ്ട്. പൈ ബോണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? സൈഡ് വൈസ് ഓവർലാപ്പ്. ഇങ്ങനെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ നിൽക്കുന്നുണ്ടാവും. ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പ് നടന്നിട്ടാണ് പൈ ബോണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കാർബണിനെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്കായി ഇതിൻ്റെ ജോമെട്രി നശിച്ചു പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവത്തിന് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഇങ്ങനെയുള്ളവർ കാണിക്കുന്ന ഐസോമറിസമാണ് സിസ് ഐസോമർ. ജോമെട്രിക്കൽ ഐസോമറിസം. ഒരേ ഗ്രൂപ്പ് ഒരു സൈഡിൽ വന്നാൽ സിസ്, ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ്. അടുത്തത് കോസസ് ഓഫ് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ മെയിൻ കാരണം റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ദ ഡബിൾ ബോണ്ടാണ്. മിസ് ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, പൈ ബോണ്ട് നിൽക്കുമ്പോൾ ഇവർക്ക് അതിനെ മറികടന്നിട്ട് റൊട്ടേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ച് പഠിക്കണം, നന്നായി പഠിക്കണം. ഓക്കെ. പിന്നെ ജിയോമെട്രിക്കൽ ഐസോമറിസം ഇൻ ട്യൂബ്യൂട്ടീൻ. ഇത് ബ്യൂട്ടീൻ എന്ന് പറയും ഈ കോമ്പൗണ്ടിന്. കാരണം എന്താണ്? 1, 2, 3, 4. ഓക്കെ. അപ്പോൾ ബ്യൂട്ടീനാണ്. രണ്ടാമത്തേൽ ഡബിൾ ബോണ്ട് വന്ന കാരണം 2 ബ്യൂട്ടീൻ എന്ന് പറയും. ഇനി ഇതിൽ മെൽറ്റിംഗ് പോയിൻറ്റ് ഈ സിസിനും ട്രാൻസിനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സിസ് എന്ന് പറഞ്ഞാൽ CH3 ഒരു സൈഡ്, ട്രാൻസ് എന്ന് പറഞ്ഞാൽ CH3 ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻറ്റ് സിസിന് കുറവാണ്, മെൽറ്റിംഗ് പോയിൻറ്റ് ട്രാൻസിന് കൂടുതലാണ്. MP പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻറ്റ്. കാരണം ഈ ട്രാൻസ് എന്ന് പറയുന്നത്, സിസ് നോക്കിയ 2 തടിയന്മാർ ഒരേ സൈഡിലാണ്. അപ്പോൾ ഇതിനൊരു ബാലൻസ് ഇല്ലാത്തൊരു സ്ട്രക്ചറാണ് അല്ലേ? നമ്മൾ ശരിക്കും നല്ല സെറ്റാക്കി വയ്ക്കണമെങ്കിൽ എങ്ങനെ വേണം? ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകണം 2 ഭാഗവും. അപ്പോൾ ട്രാൻസ് ആണ് നല്ല ബാലൻസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് നന്നായിട്ട് ഫിറ്റായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം നന്നായി ചൂടാക്കിയാൽ മാത്രമാണ് ഇയാൾ മെൽറ്റ് ചെയ്യുള്ളൂ. കാരണം ഇയാൾ നല്ല ഫിറ്റായിട്ട് നല്ല സെറ്റപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് ഇയാൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഒരെണ്ണം വരുന്നത് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ബോയിലിംഗ് പോയിൻറ്റ് രണ്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊളാരിറ്റി. പൊളാരിറ്റി കാണിക്കാനായിട്ടാണ് നിങ്ങളുടെ താഴത്തോട്ട് പോകുന്നത്. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0.33 ആണ് അല്ലേ? പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് μ=0d ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായ കാരണം ഇത് ക്യാൻസലായി പോയിട്ട് ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അത് പൊളാരിറ്റി ഇല്ലാത്ത കാരണം ഇയാളുടെ ബോയിലിംഗ് പോയിൻറ്റ് കുറവായിരിക്കും.
പക്ഷെ അതേസമയം ഇയാളുടെ രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഡൈപോൾ മൊമെൻറ്റ് വരും. അതുകൊണ്ട് ഇയാളുടെ ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സിസിൻ്റെയും ട്രാൻസിൻ്റെയും വ്യത്യാസങ്ങൾ ഇത് ഈ ഡൈപോൾ മൊമെൻറ്റ് നോക്കിയിട്ടും മെൽറ്റിംഗ് പോയിൻറ്റ് നോക്കിയിട്ടും ബോയിലിംഗ് പോയിൻറ്റ് നോക്കിയിട്ടും നമുക്ക് കോമ്പൗണ്ടുകൾ സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലിവിടെ പറയുന്നത് അതിൻ്റെയൊക്കെ വാല്യൂസാണ്. അതൊക്കെ വാല്യൂ കറക്റ്റായിട്ട് പഠിക്കണം. വാല്യൂസ് എത്രയാണെന്ന് വെച്ചാൽ അതിലത് കൃത്യമായി പഠിക്കണം കേട്ടോ. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഇത് ഏതാ നിങ്ങൾക്ക് കാണുമ്പോൾ സ്റ്റെബിലിറ്റി തോന്നുന്നത് ട്രാൻസ് ആണ്. സ്റ്റെറിക് സ്ട്രെയിൻ ഇല്ല അല്ലേ? സ്റ്റെറിക് സ്ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ട് ബൾക്കി ഗ്രൂപ്പ്സും വന്നിരിക്കുന്നത്. ഇയാളുടെ ബൾക്കി ഗ്രൂപ്പ്സ് രണ്ടും സെയിം സൈഡാണ്. അപ്പോൾ സ്റ്റെറിക് സ്ട്രെയിൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാരണം. ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ 2-butene 1,4-oic ആസിഡ്. അപ്പോൾ ഇതവിടെ ബ്യൂട്ടീനിൽ നമ്മൾ CH3ക്ക് പകരം COH വെച്ചു. ഇവരുടെ പേര് പഠിക്കണം. മാലിക് ആസിഡ് ആൻഡ് ഫ്യൂമറിക് ആസിഡ്. ഓപ്പോസിറ്റ് സൈഡ് വരാണെങ്കിൽ ഫ്യൂമറിക് ആസിഡ്, COH ഓപ്പോസിറ്റ് സൈഡ് വരാണെങ്കിൽ ഫ്യൂമറിക് ആസിഡ്, സെയിം സൈഡ് വരാണെങ്കിൽ മാലിക് ആസിഡ്. ഇതിനും നേരത്തെ പറഞ്ഞ അതേ ബോയിലിംഗ് പോയിൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് കണ്ടീഷൻസ് ഇവിടെയും സെയിം ആണ്. അപ്പം നോക്കി ടെക്സ്റ്റ് നോക്കി കറക്റ്റായിട്ട് അത് പഠിക്കണം. വാല്യൂസ് കൃത്യമായി പഠിക്കണം, കാരണം പഴയ തന്നെ. ഇനി വേറൊരു തരത്തിൽ ഈ നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് മാലിക് ആണോ ഫ്യൂമറിക് ആസിഡ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവരിനെ 423 കെൽവിൻ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇയാൾ സൈക്ലൈസേഷൻ നടന്ന മാലിക് അൻഹൈഡ്രൈഡ് ആയിട്ട് മാറും. ഇനി 503 കെൽവിനിലാണ് സൈക്ലൈസേഷൻ നടന്ന് മാലിക് അൻഹൈഡ്രൈഡ് ആവുന്നതെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ട്രാൻസ് ആണ്. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കണം എന്നാലേ സൈക്കിൾ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ട്രാൻസ് ആണ്. 423 സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്, സിസ് ആണ്. എങ്ങനെ സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവണേന്നാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പോയിട്ട് ബാക്കിയുള്ളത് ചേർന്ന് അൻഹൈഡ്രൈഡ് വാട്ടർ പോവുക. ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യും. അൻഹൈഡ്രൈഡ് വാട്ടർ പോവുക. അപ്പോൾ ഇതിൻ്റെ പേര് മാലിക് അൻഹൈഡ്രൈഡ്. അടുത്തത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ. ഡിസ്റ്റിങ്വിഷിങ് ജോമെട്രിക്കൽ ഐസോമർ ഒന്നേതാ മെൽറ്റിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ് വെച്ച് കണ്ടുപിടിക്കാം, ഡൈപോൾ മൊമെൻറ്റ് വെച്ച് കണ്ടുപിടിക്കാം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, the property by virtue which certain substance rotate the plane of polarization of plane polarized light is known as optical activity and such substances are said to be optically active. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു നിക്കോൾ പ്രിസം എടുത്തു, അതിലേക്ക് ഓർഡിനറി മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്തു. ഇത് നിക്കോൾ പ്രിസമാണ്. പല ഡയറക്ഷനിലുള്ള ലൈറ്റ് പാസ് ചെയ്തു. കിട്ടുന്നത് നോക്കിയേ, ഒരേ ഡയറക്ഷനിൽ മാത്രമുള്ള ലൈറ്റാണ് കിട്ടുന്നത്. അതിൻ്റെ പേര് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇപ്പോൾ മോണോക്രോമാറ്റിക് ലൈറ്റ് എടുത്ത് നിക്കോൾ പ്രിസത്തിലൂടെ കടത്തി വിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ കയ്യിലുള്ള നമ്മൾക്കിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അറിയണതെന്ന് വെച്ചാൽ അത് ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസിൽ കൂടെ കടത്തി വിട്ടപ്പം നമ്മുടെ ലൈറ്റ് ഇപ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നേ, ഇതിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ഗ്ലൂക്കോസ് എന്താണ്? ഗ്ലൂക്കോസ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. നമ്മുടെ കയ്യിലുള്ള ഈ കോമ്പൗണ്ട് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് നമ്മൾക്ക് മനസ്സിലായി. അതേസമയം ഈ ഗ്ലൂക്കോസ് വേണ്ട, ഫ്രക്ടോസ് ആയിക്കോട്ടെ, ഇത് ഫ്രക്ടോസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രക്ടോസ് എന്ന് പറഞ്ഞ സംഭവം ഈ ലൈറ്റിനെയൊക്കെ കൂടി ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇതെന്താ, ഈ ലെഫ്റ്റിലേക്കാണ് തിരിച്ചത്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫ്രക്ടോസ് എന്ത് കോമ്പൗണ്ടാണ്? ഈസ് ലീവോ റൊട്ടേറ്ററി. ഇതിന് നമ്മൾ കൊടുക്കുന്ന സൈൻ എന്ന് പറയുന്നത് D ഫോർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, +4 ഡെക്സ്ട്രോ റൊട്ടേറ്ററി, സ്മോൾ l ഫോർ ലീവോ റൊട്ടേറ്ററി, സ്മോൾ - ഫോർ ലീവോ റൊട്ടേറ്ററി. ഇത് നമുക്ക് എക്സ്പെരിമെൻ്റലി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, കോമ്പൗണ്ട് നോക്കി പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ സ്പെസിഫിക് റൊട്ടേഷൻ. ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണേ. Observed rotation in degrees when plane polarized light is passed through 1 decimeter or 10 centimeters square. 10 centimeters of the solution
of the substance having a concentration of 1 gram per ml. Specific rotation alpha lambda T is equal to alpha observed by L into C, length of solution into concentration. ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഒരു വാക്ക് പോലും തെറ്റാണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. എക്സാമ്പിളായിട്ട് ഈ വാല്യൂ എഴുതുക. ആൽഫ സ്പെസിഫിക് റൊട്ടേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആരുടെയാണ്? സുക്രോസ് സൊല്യൂഷൻ്റെയാണ്. നമ്മളിതാ സുക്രോസ് സൊല്യൂഷൻ്റെയാണ് കണ്ടുപിടിച്ചത്. എക്കോസ് ആണ്. അപ്പോൾ വെള്ളത്തിലാണ് മീഡിയം എടുത്തത്. യൂസിങ് 298 കെൽവിൻ ഡി ലൈൻ സോഡിയം ലൈറ്റ്. അതിന് നമുക്ക് ഇങ്ങനെ കിട്ടും. സുക്രോസിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് +66.5 ആണ്. അപ്പോൾ അതൊരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ടാണ്. പ്ലസ് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് സിമെട്രി. നെക്സ്റ്റ് വൺ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി. എലമെൻറ്റ്സ് ഓഫ് സിമെട്രി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതും കാര്യങ്ങളൊക്കെ പഠിക്കാം. എ മോളിക്യൂൾ വിത്ത് നോ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി ഈസ് കോൾഡ് അസിമെട്രിക് മോളിക്യൂൾ. അങ്ങനെ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി ഒന്നുമില്ലാത്ത ആൾക്കാരെ നമ്മൾ അസിമെട്രിക് മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ. ഓൾ അസിമെട്രിക് മോളിക്യൂൾസ് we can classify an object or molecule as chiral or achiral by seeing whether it is superimposable on its mirror image or not. അപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ ഡിസിമെട്രിക് അസിമെട്രിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ വരി മാത്രം ഒന്ന് ഓർത്ത് വെച്ചോ. എ മോളിക്യൂൾ വിത്ത് നോ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി ഈസ് കോൾഡ് അസിമെട്രിക് മോളിക്യൂൾ. കൈറാൽ മോളിക്യൂൾ, അസിമെട്രിക് ഓർ കൈറാൽ മോളിക്യൂൾ. അതായത് ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെയാണ്? പ്ലെയിൻ ഓഫ് സിമെട്രി, ആക്സിസ് ഓഫ് സിമെട്രി, ഓൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമെട്രി, സെൻറ്റർ ഓഫ് സിമെട്രി. ഓക്കെ. Optical isomerism. Optical isomerism is a type of stereoisomerism in which isomers resemble in most of their properties but differ in the behavior towards plane polarized light. അതായത് നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ചിലപ്പോൾ ഇവർ ലെഫ്റ്റിൽ തിരിക്കും, ചിലപ്പോൾ റൈറ്റിൽ തിരിക്കും. അങ്ങനെ തിരിക്കുന്ന കോമ്പൗണ്ടുകളെ പറയുന്നതാണ് അവർ സ്റ്റീരിയോ ഐസോമറിസം കാണിക്കുന്ന ആൾക്കാർക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട് എന്ന് നമ്മൾ പറയും. കൈറാലിറ്റി എന്ന് പറഞ്ഞാൽ the non-superimposability of a structure on its mirror image is called chirality or dissymmetry. അത് വേണമെങ്കിൽ ആ വരി ഒന്ന് പഠിച്ചോ. ഫോർ എക്സാമ്പിൾ, ഈ സി ഇട്ടിട്ട് കാർബൺ ആറ്റമാണത്. കാർബൺ ആറ്റത്തിൽ 4 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്, CH4 4 H മാറ്റിയിട്ട് 4 ഡിഫറെൻ്റ് ആക്കിയാൽ ഇയാളുടെ പേര് കൈറാൽ കോമ്പൗണ്ട്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സാണ് നമുക്ക് എന്ത് തരിക? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി തരിക. ഓക്കെ. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മളിവിടെ ഒരു മിറർ വെച്ചു. മിറർ വെച്ച് കഴിഞ്ഞാൽ മിറർ ഇമേജ് കിട്ടി. അപ്പോൾ അത് ഇങ്ങനെ കിട്ടി. ഇവിടെ E, ഇവിടെ A, ഇവിടെ D. ഓക്കെ. ഇനി ഇതിനെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മിറർ ഇമേജിനെ ഇതിനെടുത്തുകൊണ്ട് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിടെ വരണേ? ബിയുടെ മുകളിൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് സൂപ്പർ ഇമ്പോസിബിൾ അല്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അതുകൊണ്ടാണ് ഈ വരി പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ് ഈസ് കോൾഡ് കൈറാലിറ്റി ഓർ ഡിസിമെട്രി. അപ്പോൾ അവിടെ വെച്ച് അത് പഠിച്ചു നിർത്തുക. ഇനി ഇവിടെ ഈ നടുവിലുള്ള കാർബണൊക്കെ കൈറാൽ കാർബൺ എക്സാമ്പിളാണ്. ഈ കാർബൺ ആറ്റം 4 സൈഡിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്. ഓക്കെ. ഇനി എനാൻഷ്യോമറിസം അതുപോലെ ഡയാസ്റ്റീരിയോമറിസം ആണ്. അതിനു വേണ്ടി നമ്മൾ ഈ എക്സാമ്പിളാണ് എടുക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ട് 2-chloro 3-chloro 2-butanol. അതിനെ നമ്മളിങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് കോമ്പൗണ്ടായിട്ട് എടുത്തു. എച്ചുകൾ രണ്ടും ഒരു സൈഡിൽ അല്ലേ? ഇതിൻ്റെ മിറർ ഇമേജ് വരച്ചു. ഇത് മിറർ ഇമേജ് വരയ്ക്കുമ്പം ഇവിടെയുള്ള കോമ്പൗണ്ടൊക്കെ തൊട്ടിപ്പുറത്ത് തന്നെ വരയ്ക്കുക. അതാണ് ഈ മിറർ ഇമേജ്. CL ഇവിടെ തന്നെ വരയ്ക്കുക. അതാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്ത് മുകളിൽ ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ മേലെ കയറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ എച്ചിൻ്റെ അവിടെ നമുക്ക് എന്താ വരിക? ഈ കോമ്പൗണ്ടിൻ്റെ OH വരും. അപ്പോൾ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. മിറർ ഇമേജ് ആണ്, പക്ഷേ ഒന്നിൻ്റെ മേലെ കയറ്റി വയ്ക്കാൻ പറ്റില്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഓക്കെ. ഇനി അവർ അടുത്ത കോമ്പൗണ്ട് വരച്ചു. അടുത്ത കോമ്പൗണ്ടിൽ Hഉം CLഉം ഒരു സൈഡിൽ, മറ്റൊരു ഇതിൻ്റെ നേരെ ഒരു റിവേഴ്സ് കണ്ടീഷൻ വരച്ചു. ഇനി ഇതിൻ്റെ മിറർ വരച്ചു.
മിറർ ഇമേജ്. എന്നിട്ട് ഈ കോമ്പൗണ്ടിനെ പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്? 3ഉം 4ഉം എനാൻഷ്യോമറാണ്, 1ഉം 2ഉം എനാൻഷ്യോമറാണ്. ഓക്കെ, ഇയാളുടെ പേര് എനാൻഷ്യോമർ. പക്ഷേ 2ഉം 3ഉം എന്താണ്? ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാരാരാണ്? അവരുടെ പേരാണ് ഡയാസ്റ്റീരിയോമേഴ്സ്, നോട്ട് മിറർ ഇമേജസ് ആണ്. ഡയാസ്റ്റീരിയോമേഴ്സ്. ഇതാണ് എനാൻഷ്യോമറും ഡയാസ്റ്റീരിയോമറും. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും കേട്ടോ. ഇനി വേറൊരു കാര്യം ഇവർ പറയുന്നത് എറിത്രോ. അതായത് ഹൈഡ്രജൻ രണ്ടും ഒരു സൈഡിൽ വന്നാൽ അയാൾ എറിത്രോ, ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അത് ത്രയോ. ഇത്രയേ ഉള്ളൂ. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 similar groups on same side is known as erythro. 2 similar groups on different side called trio. Okay. Stereoisomers which are not mirror images of each other are called diastereomers. മിറർ ഇമേജസ് അല്ലാത്ത ആൾക്കാരുടെ പേരാണ്, പക്ഷേ അവർ ഒരു കോമ്പൗണ്ടിൻ്റെ തന്നെ ഐസോമറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് ഡയാസ്റ്റീരിയോമേഴ്സ്. എനാൻഷ്യോമർ ഇവിടെ പഠിച്ചിട്ടുണ്ടാവും. The enantiomer. Stereoisomers which are related to each other as object to its non-superimposable mirror image and rotate the plane of polarized light to equal extents but in opposite direction are called enantiomerൻ്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഈ രണ്ടാമത്തെ സാധനം and rotate the plane of polarized light equal extent but in opposite direction. ഈ വാക്ക് കൃത്യമായി ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതായത് രണ്ട് ഐസോമർ 1ഉം 2ഉം ഉണ്ടല്ലോ. 1 ലെഫ്റ്റിൽ തിരിച്ചാൽ 2 റൈറ്റിലേക്ക് തിരിക്കും. അത് തിരിക്കണത് ഇപ്പോൾ ഒരു 66 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കാൻ വെച്ചാൽ ലെഫ്റ്റ് തിരിക്കാൻ വെച്ചാൽ 66 ഡിഗ്രി റൈറ്റ് തിരിക്കും. കറക്റ്റ് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കും. അങ്ങനെയുള്ള ഐസോമറുകളുടെ പേരാണ് എനാൻഷ്യോമർ. പിന്നെ ഇവർ രണ്ടുപേരുടെയും ഈക്വലായിട്ടൊരു മിക്സ്ചർ എടുത്താൽ അവരുടെ പേര് റസിമിക് മിക്സ്ചർ. അതായത് 1ഉം 2ഉം തുല്യം 50% 50% 1ഉം 2ഉം എടുത്തു വെച്ചാൽ ഒരാൾ ഡി ആണ്, ഒരാൾ എൽ ആണ്. ഒരാൾ ഡി ആണ്, ഒരാൾ എൽ ആണ്. അപ്പോൾ നമ്മൾ അവരെന്ത് പറയും? DL ± ഫോം. വേറൊരു പേര് റസിമിക് മിക്സ്ചർ. ഈ എക്സ്റ്റേണൽ കോമ്പൻസേഷൻ എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. ഡയാസ്റ്റീരിയോമേഴ്സ് കഴിഞ്ഞു. എനാൻഷ്യോമർ ഡയാസ്റ്റീരിയോമേഴ്സ് ഡിഫറൻസ് അത് പഠിക്കണം. ഒപ്റ്റിക്കൽ ഐസോമറിസം ഓഫ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിനെ അത് എങ്ങനെ വരച്ചു? പ്ലസ് ഫോം, മൈനസ് ഫോം. മിറർ ഇമേജ് ആണ്, രണ്ടും മിറർ ഇമേജ് ആണ്. ഡിയും എല്ലും ഈക്വൽ എമൗണ്ട് എടുത്തു. അപ്പോൾ ഇത് റെസ്മിക് മിക്സറാണ്, DL ലാക്റ്റിക് ആസിഡാണ്. സെയിം പിക്ചറാണ്. ഇതിനെ പ്ലസ് ഇങ്ങനെ ഒരു ഫോമിൽ വരച്ചു. ഇതിനെ വെഡ്ജ് ആൻഡ് ഡാഷ്ഡ് ബോണ്ട്സ് വെച്ച് ഇതിനെ വരച്ചു. സെയിം കോമ്പൗണ്ട് തന്നെയാണ്. An equimolar mixture of D and L lactic acid is optically inactive. അതെന്താ? ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. അതായത് ഈ കോമ്പൗണ്ട് നമ്മുടെ ലൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു നിൽക്കി, പ്ലസ് അല്ലേ, അപ്പോൾ ക്ലോക്ക് വൈസ് തിരിച്ചു. അതേസമയം ഇയാൾ എങ്ങോട്ടാ തിരിക്കുക? ഇയാൾ ഇങ്ങോട്ട് തിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കും. മൈനസ് അല്ലേ, ലെഫ്റ്റിലേക്ക് തിരിക്കും. ഇവർ രണ്ടിൻ്റെയും ഇത് തമ്മിൽ ക്യാൻസലായി പോയിട്ട് നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ തന്നെ നിൽക്കും. പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എങ്ങോട്ടും തിരിയാത്ത പോലെ അതിങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും ഈ കോമ്പൗണ്ട്. DL മിക്സ്ചർ സെപ്പറേറ്റ് ആയിട്ട് ഇവർ ആക്റ്റീവാണ്. അതാണല്ലോ പ്ലസ് ഫോമും എൽ ഫോമൊക്കെ എടുത്തത്, അങ്ങനെ പേര് വരാൻ കാരണം. പക്ഷേ ഇവർ ഒരുമിച്ച് ഈക്വൽ മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയത്? വേറെ ഒരു ഐസോമർ കാരണം. അപ്പോൾ ദേ ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. പുറത്തുനിന്നുള്ള ഒരാളുടെ ഒരു ആക്ഷൻ കാരണം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിപ്പോയതുകൊണ്ട് an equimolar mixture of D and L lactic acid is optically inactive due to external compensation. ഇനി റെസിമിക് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മെത്തേഡിൻ്റെ പേരാണ് റെസൊല്യൂഷൻ. ഇവർക്ക് രണ്ടുപേർക്കും ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടിയൊക്കെ പഠിക്കണം കേട്ടോ. D lactic acid has plus 3.82 and L lactic acid shows minus 3.8 degree. സ്പെസിഫിക് റൊട്ടേഷനാണ് പറഞ്ഞേക്കുന്നത്.
ആൽഫ. ഇനി ടാർട്ടാറിക് ആസിഡ്, ഇത് ലാക്റ്റിക് ആസിഡാണ്. ഇനി ടാർട്ടാറിക് ആസിഡ്. ഇതിൽ 4 കോമ്പൗണ്ട് വരച്ചു. 4 കോമ്പൗണ്ടും ഇത് രണ്ടും മിറർ ഇമേജ് ആണ്. ഇത് രണ്ടും മിറർ ഇമേജ്, ഇത് മിറർ ഇമേജ്. ഇതിൽ 1, 2 എനാൻഷ്യോമർ, 3, 4 എനാൻഷ്യോമർ, 2, 3 ഡയാസ്റ്റീരിയോമർ, 1, 4 ഡയാസ്റ്റീരിയോമർ. ഓക്കെ. ഇനി ഇതിൽ 1, 2 നമ്മൾ താഴത്തെ 1, 2 ആയിട്ട് വരച്ചു. ഓക്കെ. ഇനി ഈ 3, 4 കാണുമ്പം ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് അവരെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കോമ്പൗണ്ട് മാത്രമേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ള ഒരു കോമ്പൗണ്ടാക്കി വരച്ചു. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഡി സെപ്പറേറ്റ് ആക്റ്റീവാണ്, എൽ ആക്റ്റീവാണ്. ഇവർ രണ്ടാളും കൂടി ഒരുമിച്ച് DL മിക്സ്ചർ എടുത്താൽ 50% എടുത്താൽ ഇവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. ഓക്കെ. പക്ഷേ ഈ കോമ്പൗണ്ട് എടുത്തു. ഈ കോമ്പൗണ്ടിൽ ഇതാണ് പ്ലെയിൻ ഓഫ് സിമട്രി. അതായത് ഇവിടെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗം ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ടിന് എന്തുണ്ട്? പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ട്. ഓക്കെ. പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പം അറിയോ? മേലത്തെ ആൾ ഇങ്ങോട്ട് തിരിക്കും, ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. താഴെയുള്ള ആൾ ആൻറ്റി ക്ലോക്ക് വൈസ്. പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റിനെ തിരിക്കുന്ന കാര്യം പറയുന്നത്. അപ്പം ആകത്തുക ഇയാൾ എവിടെയും പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് തിരിയാത്തതുപോലെ ഇരിക്കും. അതുകൊണ്ട് ദിസ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു ഇൻറ്റേർണൽ കോമ്പൻസേഷൻ. DL mixture is optically inactive due to external compensation. This compound is inactive due to internal compensation, and we can call this compound as mesoisomer, mesotartaric acid. So mesotartaric acid is optically inactive. Why? Due to external compensation. Due to presence of plane of symmetry, it is optically inactive. Okay. ഈ പ്ലെയിൻ ഓഫ് സിമട്രി ഇപ്പം എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇനി മനസ്സിലാക്കേണ്ടതാണ് ഈ എലമെൻറ്റ്സ് ഓഫ് സിമട്രി ഉണ്ടായിരുന്നില്ലേ ആദ്യത്തെ പേജിൽ? ഓക്കെ. ഇതിൽ കണ്ട എലമെൻറ്റ്സ് ഓഫ് സിമട്രിയിൽ ആദ്യത്തെ സാധനം എന്താണ്? പ്ലെയിൻ ഓഫ് സിമട്രിയാണ്. ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് മിറർ ഇമേജ് ആയിരിക്കും മറ്റതിൻ്റെ. ഓക്കെ. അപ്പം ഈ സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ഇതിൽ ഏതെങ്കിലും ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ഓക്കെ. അപ്പം ഇതിൽ സെൻറ്റർ ഓഫ് സിമട്രി ലാസ്റ്റത്തെ സാധനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡബിൾ ബോണ്ട് വരച്ചു, C വരച്ചു, H വരച്ചു, ഇവിടെ ഒരു H വരച്ചു. അപ്പം ഈ സെൻറ്റർ ഓഫ് ലാസ്റ്റത്തെ സെൻറ്റർ ഓഫ് സിമട്രി എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ നടുവിൽ നിന്ന് ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുന്നത് ഹൈഡ്രജൻ. അതേ ദൂരം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചാൽ എത്തുന്നത് ഹൈഡ്രജൻ. സെയിം ദൂരം സഞ്ചരിക്കുമ്പം സെയിം ആൾക്കാരനെ കണ്ടുമുട്ടുന്നു. അങ്ങനെയുള്ള കോമ്പൗണ്ടിന് പറയുന്ന സിമട്രിയാണ് എന്ത്? സെൻറ്റർ ഓഫ് സിമട്രി ഓർ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് എന്ത് തരില്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് തരില്ല, അവർ ഇനാക്റ്റീവ് ആയിരിക്കും. അതുപോലെ ആക്സിസ് ഓഫ് സിമട്രി. ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വാട്ടർ എടുത്തു, HO. ഓക്കെ. ഇയാൾ HA ആണ്, ഇയാൾ HB ആണ്. ഇതിൻ്റെ ആക്സിസ് ഓഫ് സിമട്രി ഇത് ഈ നടുവിലാണ്. ഇതാണ് ആക്സിസ് ഓഫ് സിമട്രി. ഓക്കെ. ഈ ആക്സിസ് ഓഫ് സിമട്രീനെ നമ്മൾ 180 ഡിഗ്രി തിരിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്ത് കോമ്പൗണ്ടായി? ഓക്സിജൻ. ഇവിടെ HB ഇവിടെ വന്നു അല്ലേ, HA അവിടെ വന്നു. ഓക്കെ. പക്ഷെ നോക്കുമ്പോൾ 2 ഹൈഡ്രജൻ തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. നമ്മളുടെ ഇതും സെയിം കോമ്പൗണ്ടായിട്ടാണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുക. ഹൈഡ്രജനിൽ സെയിം ആയ കാരണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് സെയിം 180 ഡിഗ്രി തിരിച്ചാലും എത്രയെങ്കിലും ആക്സിസ് തിരിച്ചാലും സെയിം സ്ട്രക്ചർ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആക്സിസ് ഓഫ് സിമട്രി ഉണ്ടെന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ ഈ 3ൻ്റെയും ഡെഫിനേഷൻ, ഈ 4ൻ്റെയും ഡെഫിനേഷൻ പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരൊക്കെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല, ഇനാക്റ്റീവ് ആവും. മീസോ കോമ്പൗണ്ട് എന്താണ്? എക്സ്റ്റേണൽ കോമ്പൗണ്ട്. ഇനി വേറൊരു കാര്യമുള്ളത് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. 2n ആണ് സ്റ്റീരിയോ ഐസോമറിൻ്റെ നമ്പർ. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൈറാൽ കാർബണാറ്റം ആണ്. അപ്പോൾ ഇവിടെ 2 4 ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് 4 കിട്ടിയത്? ഇതിൽ കണ്ടോ, 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. 2n ആണ് നമ്മുടെ ഫോർമുല. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൈറാൽ കാർബൺ ആണ്.
ഇതിൽ 1 2 2 കൈറാൽ കാർബൺ ആണുള്ളത്. അപ്പോൾ 2 raised to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് മിസ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു യൂട്യൂബ് ലിങ്ക് ഇതിൻ്റെ അയച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു.